അദ്ദേഹത്തിൻ്റെ പ്രത്യേക വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആ കാര്യം പൂർത്തീകരിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടന ചടങ്ങ് ഇന്ന് നമുക്കിവിടെ നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷനായി പ്രസിഡന്റ് ശ്രീ അനിൽകുമാറിനെ ക്ഷണിക്കാം. എല്ലാവർക്കും നമസ്കാരം. നമുക്കെല്ലാവർക്കും ആദ്യമായിട്ട് ഈശ്വര പ്രാർത്ഥന മൗനമായി. മകള് വീട്ടിലെത്തിച്ചേർന്നു. 4:30 വീട്ടിലെ ചടങ്ങ്. 5:30 ശാന്തി കവാടത്തിൽ മണം എത്തിച്ചേർന്നു. കാലം കൊണ്ട് 2023 നമ്മളെ ബഹുമാനപ്പെട്ട MLAക്ക് കത്ത് കൊടുത്തു. ആ കത്തിൻ്റെ ഇവിടെ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. ഈ സംരംഭത്തിന്, ഈ യോഗത്തിന് സ്വാഗതം പറയുന്നതിനായി ഈ പുല്ലേക്കുണ റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ സെക്രട്ടറി രാജദേവന് സദയം ക്ഷണിച്ചുകൊള്ളു. ബഹുമാനപ്പെട്ട യോഗാധ്യക്ഷൻ, നമ്മുടെ അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ, ബഹുമാനപ്പെട്ട നമ്മുടെ ആദരണീയനായ MLA, വേദിയിലും സദസ്സിലിരിക്കുന്ന പൊതുജനങ്ങളെ, എൻ്റെ എല്ലാ അടുത്ത സുഹൃത്തുക്കൾ പൂർത്തീകരിച്ച് തന്നു. അപ്പോൾ ഞാൻ എൻ്റെ കർത്തവ്യത്തിലോട്ട് കടക്കുകയാണ്. ആദ്യമായിട്ട് നമ്മുടെ യോഗ അധ്യക്ഷന് എൻ്റെ പേരിലും അസോസിയേഷന് പേരിലും, അടുത്തായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട MLAക്ക് ഇത്രയും 24 ലക്ഷം രൂപ മുടക്കി ഞങ്ങൾ പലഘട്ടത്തിൽ പുള്ളിയെ പോയി പലതവണ കണ്ടാണ് ഈ കാര്യം പലതവണ കണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ പുള്ളി നമുക്ക് നേടിത്തന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഏവരുടെയും, അതായത് നമ്മുടെ അസോസിയേഷൻ്റെയും എല്ലാവരുടെയും പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. റെസിഡൻഷ്യൽ അസോസിയേഷനിൽ എനിക്ക് പ്രസിഡന്റായി അറിയിക്കാനുള്ളത്, ഈ സംരംഭത്തിന്, ഈ വൻ വിജയമാക്കിയ ഈ സംരംഭത്തിന്, ഇതിൻ്റെ ഉദ്ഘാടനത്തിനായി ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ്. നമസ്കാരം. പുല്ലേക്കോണം റെസിഡൻസ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് ശ്രീ അനിൽകുമാർ, സ്വാഗതം പറഞ്ഞ സെക്രട്ടറി രാജദേവ്, വേദിയിലുള്ള നമ്മുടെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ KP ജയചന്ദ്രൻ സാറ്. കോണത്തെ എല്ലാ റോഡുകളും നമ്മളിപ്പോൾ ഈ നിലയിൽ സഞ്ചാരയോഗ്യമാക്കിയിരിക്കുന്നു. അപ്പോൾ ആദ്യം ഒരു ഘട്ടം കഴിഞ്ഞപ്പോഴാണ് അടുത്തതും കൂടെ ചെയ്തില്ലെങ്കിൽ അത് പൂർത്തിയാകില്ല എന്ന നിലയ്ക്കൊരു പരാതി വന്നത്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ ഭരണാനുമതിയൊക്കെ വാങ്ങി അത് ടെൻഡർ ചെയ്ത് ഒരേ കരാറുകാരൻ തന്നെ അതെടുക്കാൻ. സാധാരണ ഈ ടാറിങ് പണിയൊക്കെ നടക്കുമ്പോൾ ഞാൻ ഇടയ്ക്കൊക്കെ വന്ന് നോക്കാറുണ്ട്. പക്ഷേ ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടായില്ല. ഈ അടുത്ത സമയത്തായിട്ട് ഒരുപാട് തിരക്കുകളും മറ്റു പല പരിപാടികളൊക്കെ നടക്കുന്നതുകൊണ്ട് അങ്ങനെ വന്നില്ല. പക്ഷെ ഇവിടെ വന്ന് കണ്ടപ്പോൾ മനസ്സിലായി, നന്നായിട്ട് തന്നെയാണ് അദ്ദേഹം 63 കോടി രൂപ നഗരസഭാ റോഡുകൾക്ക് വേണ്ടി മാത്രം ചെലവിട്ടിട്ടുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 63 കോടി രൂപ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ PWD റോഡല്ല 2 വർഷം മുമ്പേ BMBC ആകുമായിരുന്നു. എങ്കിൽ പോലും നമ്മൾ PWD റോഡുകളും നമ്മൾ ഈ മാർച്ച് രംഗത്ത് 1685 കോടി രൂപയാണ് ഈ വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നമ്മൾ ചെലവിട്ടിരിക്കുന്നത്. വട്ടിയൂർക്കാവിന്റെ സ്ഥലമേറ്റെടുക്കുന്നതിന് വേണ്ടി മാത്രം 560 കോടി മുടക്കി എന്ന് പറയുമ്പോൾ മനസ്സിലാവുമല്ലോ. 560 കോടി രൂപ ആളുകളുടെ അക്കൗണ്ടിലേക്ക് കൊടുത്തിട്ടുണ്ട്. പാക്കേജാണ് നമ്മൾ ആ വട്ടിയൂർക്കാവ് ജംഗ്ഷൻ ഇംപ്രൂവ്മെന്റിന് വേണ്ടി നൽകിയത്. അതേപോലെയാണ് പേർക്കടയും 106 കോടി രൂപയ്ക്കാണ് നമ്മൾ ഭരണാനുമതി നേടി പരിപാടി ആരംഭിച്ചത്. പക്ഷെ 174 കോടി രൂപയായി. ഇപ്പൊ അത് ചെറിയാൻ വർക്ക് എന്ന് പറയുന്ന ഒരു കമ്പനി വർക്ക് എടുത്തു.
വട്ടിയൂർക്കാവിൻ്റെ വർക്ക് ഊരാളുങ്കൽ ലേബർ കോപ്പറേറ്റീവ് സൊസൈറ്റി എടുത്തു. അപ്പോൾ തന്നെ നമുക്ക് ഈ റോഡിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടി കഴിഞ്ഞപ്പോൾ ഞാൻ ഈ തീയതി പറഞ്ഞപ്പോൾ പലരും ചോദിച്ചു അന്ന് വേണം, എല്ലാവരും ഇതിൻ്റെ പറയുകയാണ്. ഇപ്പോൾ നമ്മുടെ ജനറൽ ആശുപത്രിയുടെ മാസ്റ്റർ പ്ലാൻ 137 കോടി രൂപയുടെ മാസ്റ്റർ പ്ലാൻ അപ്രൂവ് ചെയ്തു. 9-ാം തീയതി അതിൻ്റെ തറക്കല്ലിടൽ മുഖ്യമന്ത്രി നിർവഹിക്കുന്നു. എല്ലാം വലിയ പ്രോജക്റ്റുകളും പൂർത്തിയാവുകയാണ്. അപ്പോൾ അടുത്ത 2-3 വർഷം കഴിയുമ്പോൾ ഇതെല്ലാം യാഥാർത്ഥ്യമാവുകയും ചെയ്യും. അപ്പോൾ ഇത്രയും അധികം പണം നമ്മുടെ പ്രദേശത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ മുടക്കാൻ ഗവൺമെൻറ് തയ്യാറായതുകൊണ്ടാണ് ഈ പ്രവൃത്തികളെല്ലാം നടക്കുന്നത്. ഇപ്പോൾ കിഫ്ബി വന്നതുകൊണ്ടാണല്ലോ ഇത് നടന്നത്. ഞാൻ പറയുന്നത് നേരത്തെ ഇരുന്ന ജനപ്രതിനിധികൾക്ക് ആഗ്രഹവും ഒന്നും ഇല്ലാത്തതുകൊണ്ടൊന്നും അല്ല നടക്കാത്തത്, പണമില്ലാത്തതുകൊണ്ടാണ്. ആ പണം ഉണ്ടാക്കാനുള്ള ഒരു സംവിധാനം ഗവൺമെൻറ് ഉണ്ടാക്കി. അതാണ് കിഫ്ബി. ഇപ്പോൾ ഏതാണ്ട് 1,10,000 ഇത്രയും രൂപ, ഏതാണ്ട് 1,300 കോടി രൂപ, ഞാൻ നേരത്തെ പറഞ്ഞ 1385-ൽ 1,300 കോടി രൂപയോളം കിഫ്ബിയിൽ നിന്ന് നമുക്ക് ലഭിച്ച തുകയാണ്. അതുകൊണ്ടാണ് ഈ പദ്ധതികളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യം വന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ആറ്റുകാൽ പൊങ്കാല വളരെ ഭംഗിയായി നടന്ന ഈ ദിവസം തന്നെ ഈ റോഡിൻ്റെ ഉദ്ഘാടനം നടത്താൻ വേണ്ടി കഴിഞ്ഞത് സന്തോഷമുള്ളൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. ഇവിടുത്തെ അസോസിയേഷൻ ഭാരവാഹികളെ അതുപോലെ തന്നെ മറ്റ് റെസിഡൻഷ്യൽ അംഗങ്ങളെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിപ്പിച്ചൊരു പരിപാടിയാണ്. നാടമുറിച്ചൊന്ന് കയറണം എന്നുള്ളത് മാത്രമേ പറഞ്ഞുള്ളൂ. എന്തായാലും 2 വാക്ക് കൂടി സംസാരിക്കാനുള്ളൊരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കി തന്നു. അതിന് പ്രത്യേകമായ നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ റോഡ് നമ്മുടെ പുല്ലേക്കോണം റെസിഡൻസ് കുടുംബാംഗങ്ങൾക്ക് സമർപ്പിച്ചതായിട്ട് അറിയിച്ച് വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ആശംസകൾ സംസാരിക്കുന്നതിന് മുമ്പേ ബഹുമാനപ്പെട്ട നമ്മുടെ MLAക്ക് നമ്മുടെ റെസിഡൻഷ്യൽ അസോസിയേഷനിലെ എല്ലാ കുടുംബങ്ങളുടെയും പേര് പ്രിയപ്പെട്ട കുടവൂർ മുകൾ രാജന്, നമ്മുടെ ബഹുമാനായ MLA ശ്രീ VK പ്രശാന്ത്, ശ്രീ രാജ്ദേവ്, ശ്രീ അജിത്, ശ്രീ സുന്ദരേശൻ നായർ, ശ്രീ ബാബുലയൻ നായർ, ഇത് പറയാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, ഞാൻ അപ്രതീക്ഷിതമായാണ് ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നത്. അല്ലേ, ഞാനൊന്ന് ആലോചിച്ചു, ഞാൻ ഈ അഡ്വക്കേറ്റ് ജനറൽ ആയതുകൊണ്ട് ഈ മീറ്റിംഗിൽ പങ്കെടുക്കാവുന്നു. ഒരു കുഴപ്പമില്ലാതെ പങ്കെടുക്കാമെന്ന് മനസ്സിലായി. കാരണം ഇതൊരു രാഷ്ട്രീയ മീറ്റിംഗ് ഒന്നുമല്ല, ഇതൊരു അസോസിയേഷൻ്റെ നടന്നുകൊണ്ടിരിക്കുന്നതിൽ ഈ MLA ഏത് വികസന പ്രവർത്തനത്തിൽ പോയാലും അതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഹൈക്കോടതി വിട്ടു. അത് വരുന്നത് മറുഭാഗം എൻ്റെ കയ്യിലാണ്. അപ്പോൾ എൻ്റെ കയ്യിലായതുകൊണ്ടും ഞാൻ കൂടി ഉൾപ്പെടുന്ന ഒരു പ്രദേശമായതുകൊണ്ടും എനിക്ക് കൂടി വളരെയധികം പ്രയോജനകരമായ, എൻ്റെ ശാസ്ത്രമംഗലത്തിന് പ്രയോജനകരമായ ഒരു പ്രദേശമായതുകൊണ്ടും ദൈനംദിനം ഈ കേസുകൾ വരിക. ഞാൻ ആളുകൾ തിരുവനന്തപുരത്ത് മേയറായതിന് ശേഷം നമ്മുടെയൊക്കെ ഒരു നിയോഗമായിരിക്കും നമ്മുടെ നിയോജക മണ്ഡലത്തിൽ തന്നെ ഒരു ജനപ്രതിനിധിയായി വരാൻ പ്രശാന്തിനെ നിയോഗിച്ചത് എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തി. അത് ഞാൻ ഈ ശാസ്ത്രമംഗലം പ്രദേശത്തെ ഒതുക്കിക്കൊണ്ടല്ല പറയുന്നത്. ഇവിടെ മാത്രമല്ല, ഈ നിയോജക മണ്ഡലത്തിൽ ഏറ്റവും അധികം വികസന പ്രവർത്തനങ്ങൾ നടത്തിയ ഒരാൾ. ഇങ്ങനെ ഒരു പരിപാടിക്ക് ഇത്രയും ആളുകളെ കൂട്ടി വന്ന് നിങ്ങളുടെ സന്തോഷം നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് ഈ റോഡിൻ്റെ സ്ഥിതി നേരത്തെ അറിയാവുന്ന ആളുകളുടെ ഒരാളായിട്ട് നമുക്കറിയാം. ഈ യാത്ര ദുരിതപൂർണ്ണമായിരുന്നു. നമ്മുടെ ഈ പട്ടാണി പുല്ലേക്കോണം ലൈൻ 2 പ്രത്യേകിച്ച് അത്രയധികം ഡാമേജ്. നമ്മുടെ പഞ്ചായത്തിൻ്റെയും കോർപ്പറേഷൻ്റെയും ഒരു സ്റ്റാൻഡേർഡ് അനുസരിച്ച് റോഡുകളുടെ ടാറിങ്ങിൻ്റെ തിക്നെസ് നോർമലി വളരെ കുറവായിരിക്കും. അത് മിക്കവാറും ഒന്നാമത്തെ 2ാമത്തെ മഴയിൽ അതിൻ്റെ ഒരു വലിയ ഭാഗം ഒഴിയും. ആ സ്റ്റേജിൽ നിന്നാണ് ഇതിനെ ഇങ്ങനെ റിക്കവർ ചെയ്തത്. ആക്ച്വലി ഇതൊരു പുതിയ റോഡ് കൺസ്ട്രക്ഷൻ എന്നുള്ള നിലയ്ക്ക് തന്നെ അതിൻ്റെ പഴയ മെറ്റീരിയലെല്ലാം മാറ്റിയതിന് ശേഷം, അതുകൊണ്ട് തന്നെ ഇതൊരു, എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ അടുത്ത സ്റ്റേജിൽ നമുക്കിത് VMNPC സ്റ്റാൻഡിലേക്ക് ഉയർത്താൻ കഴിയുമായിരിക്കും. അതിന് ബഹുമാനപ്പെട്ട MLAയുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഘട്ടങ്ങളായിട്ടാണ് സാങ്ഷൻ കിട്ടിയത്. അത് 2ാമത്തെ ഘട്ടത്തിൻ്റെ സാങ്ഷൻ വളരെ വളരെ വേഗത്തിലായിരുന്നു. നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒക്കെ വേഗത്തിൽ. ഞാൻ ഒരു സ്റ്റേജ് വിചാരിച്ചത് നടക്കാതായി പോകുന്നു. കാരണം ആദ്യത്തെ സ്റ്റേജുകളുടെ ഫണ്ട് കൊണ്ട് പൂർണ്ണമാക്കാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ 2ാമത്തെ സാങ്ഷൻ വളരെ പെട്ടെന്ന് കിട്ടിയതിൻ്റെ സാങ്ഷൻ
രജിസ്ട്രേഷനും മറ്റുള്ള നടപടികളും വളരെ ഫാസ്റ്റായിട്ട് നടന്നു. അപ്പോൾ അതിലെ MLA-യുടെ ഒരു ഇടപെടൽ എല്ലാ സ്റ്റേജിലും നിരന്തരം ഉണ്ടായതുകൊണ്ടാണ് ഈ ഒരു റോഡിൻ്റെ പുനരുദ്ധാരണം സാധ്യമായത്. അതിന് ഞാൻ അദ്ദേഹത്തിനോട് വ്യക്തിപരമായി എൻ്റെ ഈ ഇവിടുത്തെ കൂട്ടായ്മയുടെ പേരിലും ഞാൻ അഗീതമായി രേഖപ്പെടുത്തുന്നു. ഇപ്പം നമുക്ക് ഒരു സ്മാർട്ട് ടോയ്ലറ്റ് യുദ്ധതല അടിസ്ഥാനത്തിൽ അനുവദിച്ചു തരണമെന്ന് താൽമീയ അപേക്ഷിക്കുന്നു. സെക്രട്ടറി പ്രിയപ്പെട്ട പ്രകാശനെ സാധനം ക്ഷണിച്ചു. ഉണ്ടാക്കി തന്ന ബഹുമാന്യ MLA-ക്ക് റെസിഡൻസ് അസോസിയേഷൻ്റെയും ശാസ്ത്രമംഗലത്ത് ഇവിടെ കൂടിയിരിക്കുന്ന മുഴുവൻ ആൾക്കാരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. വേദിയിലിരിക്കുന്ന മുഴുവൻ ആൾക്കാർക്കും എൻ്റെ പേരിലും റെസിഡൻസ് അസോസിയേഷൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. യോഗം അവസാനിച്ചു. ഇങ്ങോട്ട് വേണ്ട ഞാൻ വേണ്ട സാരമില്ല, നമ്മളതിൻ്റെ പുറകിലുണ്ടല്ലോ. താങ്ക് യു.